എക്സിറ്റ് പോളും മലബന്ധവും. എണ്ണിയവർക്ക് തെറ്റ് പറ്റിയാലും ജനങ്ങൾക്ക് തെറ്റ് പറ്റില്ല. എക്സിറ്റ് പോളും മലബന്ധവും ഇതൊക്കെ എന്തൊരു ഹെഡിങ് ആണ് എന്ന് ചോദിക്കാൻ വരുന്നവരോട് പറയുവാനുള്ളത്, ദയവായി ഒരു പൊടിക്ക് അടങ്ങുക, എന്നിട്ട് സമാധാനത്തോടെ കേൾക്കുക. എന്നിട്ടും കലിപ്പ് തീർന്നില്ലെങ്കിൽ കമന്റ് ബോക്സിൽ കയറി അങ്ങ് മെഴുകുക എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഇനി വിശദീകരണത്തിലേക്ക്. അത്താഴം വയറു നിറയെ കഴിച്ച് വയറും തിരുമിരിക്കുന്നവൻ അടുത്ത ദിവസം തൻ്റെ ശോധന എങ്ങനെയായിരിക്കും എന്ന് വെറുതെ ഇരുന്ന് ഊഹിക്കുന്നത് പോലെയാണ് എക്സിറ്റ് പോളും. രണ്ടും വെറും ഊഹമാണ്. അത്താഴത്തിന് ചക്കക്കൂട്ടാൻ വാരി തിന്നവന് നാളെ എങ്ങനെയായിരിക്കാം തൻ്റെ ശോധനയുടെ ഒരു പോക്ക് എന്ന് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഊഹിച്ചു പറയുവാൻ പറ്റും. അതുപോലെ വരണ്ടുടങ്ങിയ പൊറോട്ടയും പോത്ത് ഫ്രൈയും വെട്ടി വിഴുങ്ങിയവനും അടുത്ത ദിവസം എത്രത്തോളം ഇരുന്ന് മുക്കേണ്ടി വരും എന്ന് പറയുവാൻ പറ്റും. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എക്സിറ്റ് പോൾ അണ്ണന്മാരും വെറുതെ അങ്ങ് പ്രവചിക്കുന്നത്. ഒത്താൽ ഒത്തു, പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ എക്സിറ്റ് പോൾ അണ്ണന്മാരും ചിലപ്പോൾ പണി കിട്ടുമെന്ന് കരുതി മുറ്റത്തുമല്ല മുറിയിലുമല്ല എന്ന തരത്തിൽ അങ്ങ് പ്രവചിച്ചു കളയും. ഏവർക്കും വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യം. ഉദാഹരണത്തിന്, തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ അതോ മുരളിയേട്ടൻ പൊക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു എക്സിക്കുട്ടന്മാരും ഉറപ്പായി ഒരു മറുപടി പറയില്ല. ഉത്തരം മുട്ടുമ്പോൾ മറ്റേ ചില ന്യായങ്ങൾ പറയും. നിയോ നാസിസവും പ്രതിക്രിയാവാദവും ഒക്കെ കയറി വരും. ഏതാണ്ട് അതോവായു പ്രത്യേക ശബ്ദത്തിൽ പാടുപെട്ട് പുറത്തു പോകുന്നത് പോലെ. അതുപോലെ കണ്ണൂരും ആലത്തൂരും ആര് ജയിക്കുമെന്ന് ചോദിച്ചാലും പറയും രണ്ടും കെട്ട ഒരു ഉത്തരം. വളരെ ആത്മവിശ്വാസത്തോടെ പോകാനും പോകാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് ഈ കളിക്ക് ഞങ്ങൾ മെനക്കെടാത്തത്. അതുപോലെ ഇന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു കാര്യം പറയുകയുണ്ടായി. സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തെറ്റിദ്ധാരണകളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന്. തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, എക്സ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി വസ്തുതാവിരുദ്ധവും ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഉള്ളടക്കങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവർക്കും അവ ഷെയർ ചെയ്യുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. സാമൂഹിക മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നതിന് വിപുലമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പോസ്റ്റുകൾ, വീഡിയോകൾ, ടെക്സ്റ്റ്, ശബ്ദ സന്ദേശങ്ങൾ എന്നിവ പോസ്റ്റ് ചെയ്യുന്നവർക്കും അവ പ്രചരിപ്പിക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇത്തരം ഉള്ളടക്കങ്ങൾ വരുന്ന പക്ഷം അവയുടെ അഡ്മിന്മാർക്കെതിരെ നടപടി വരുമെന്നും ജില്ലാ കളക്ടർ അറിയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട കളക്ടറോട് പറയുവാനുള്ളത്, അങ്ങനെയെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടുന്നത് എക്സിറ്റ് പോളുകളാണ്. പല പല ഏജൻസികൾ പല പല ചാനലുകളെ പിടിച്ച് തള്ളിമറിച്ചു വിടുന്നതല്ലേ ആദ്യം നിരോധിക്കേണ്ടത്? എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ ഇത്തരം പൊട്ടത്താപ്പുകൾ വിളിച്ചു പറയുന്നത് എന്ന് നിരീക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം നമുക്കില്ല. ആർക്കും ഇവിടെ വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം. യഥാർത്ഥ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇത്തരം ഊഹാപോഹങ്ങൾ ഇളക്കി വിടുന്നത് കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്, ആർക്കാണ് നേട്ടമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ചാനലുകളും പോൾ ഏജൻസികളും ഇറക്കി വിടുന്ന ഊഹാപോഹങ്ങളും അതിൻ്റെ ചൂടുപിടിച്ചുള്ള ചൂടൻ തർക്കങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ എടുത്തിട്ട് അലക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം നിരോധിക്കേണ്ടത് മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരം പോസ്റ്റ് പോളുകളും എക്സിറ്റ് പോളുകളുമാണ്. കബഡി നിരത്തി പ്രചരണം നടത്തുന്ന കണിയാന്മാരോടും കണ്ണുകളടച്ചു നിന്ന് പ്രാർത്ഥിച്ച് പ്രചരണം നടത്തുന്ന പാതിരികളോടും മന്ത്രിച്ചു പറയുന്ന മൊല്ലാക്കന്മാരോടും നമുക്ക് പരമപുച്ഛമാണ്. എന്നാൽ കയ്യും കെട്ടി കോട്ടുമൊക്കെ ഇട്ട് നിന്ന് ഇറുകിയ ഉടുപ്പുമിട്ട് നിന്ന് വടിവുകൾ കാട്ടി ചുമ്മാ നിന്ന് ചളുവടിക്കുന്ന എക്സിറ്റ് പോളന്മാരെയും പോളികളെയുമാണ് ഞമ്മക്കിഷ്ടം. മനുഷ്യൻ്റെ അടക്കാനാവാത്ത ഒടുക്കത്തെ ആകാംക്ഷയാണ് ഇവിടെ മുതലെടുക്കുന്നത്, മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. ആര്? PR ഏജൻസികളും ചാനലുകളും, ചില പത്രമാധ്യമങ്ങളും, പിന്നെ രാഷ്ട്രീയക്കാരും. ഒന്നിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇന്ന മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥിക്കാണ് ഏറ്റവും കൂടുതൽ വിജയസാധ്യത എന്ന് ഭൂരിപക്ഷം ജനങ്ങളും ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ വെറുതെ എൻ്റെ വോട്ട് പാഴാക്കണ്ട, ജയിക്കാൻ സാധ്യതയുള്ള ആൾക്ക് അങ്ങ് വോട്ട് ചെയ്തേക്കാമെന്ന് ചിലർ ചിന്തിച്ചേക്കാം. ഇതിനുവേണ്ടി പല ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് വളരെ എഫക്റ്റീവാണ് എന്നതാണ് കണ്ടെത്തൽ. എന്തിന്? വോട്ട് പിടിക്കാനും പിന്നെ കാശ് പിടിക്കാനും. ആർക്ക്? രാഷ്ട്രീയക്കാർക്കും പിന്നെ ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കും. അതുകൊണ്ട് കാറ്റിനൊത്ത് തൂറ്റില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. തിരഞ്ഞെടുപ്പ് കാലത്ത് സീരിയലുകളെക്കാളും
റിയാലിറ്റി ഷോകളെക്കാളും റേറ്റിംഗ് ഉള്ള പരിപാടികളാണ് എക്സിറ്റ് പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ. ആളുകൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് മണിക്കൂറുകളോളം കാണും. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് നല്ല സ്പോൺസർമാരെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ധാരാളം നല്ല പരസ്യങ്ങൾ കിട്ടുകയും ചെയ്യും. ഒന്ന് ശ്രമിച്ചാൽ തൽപര കക്ഷികളുടെ കയ്യിൽ നിന്നും നല്ല കാശും കിട്ടും. ഫലം വരുന്നത് വരെ വളരെ സേഫാണ്. എന്തും വിളിച്ചു പറയാം, ആരും ഒന്നും പറയില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഇത് ശരിയല്ല എന്ന് തർക്കിക്കുവാൻ ആരും വരില്ല, ആർക്കും പറ്റില്ല എന്നതാണ് ഇതിൻ്റെ ഒരിത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ മണ്ടന്മാരായ ജനങ്ങൾ അതിൻ്റെ പിറകെ പോകും. പഴയതെല്ലാം മറക്കും. 90% കാര്യങ്ങളും ഇവർ വളരെ സേഫായി പറയും. ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നാളെ സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറസ്തമിക്കും. അത് ഉറപ്പാ അല്ലേ? രാത്രി 7 മണി കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിരിക്കും. ജൂൺ ആദ്യവാരം കനത്ത മഴയും പെയ്യും, ഇടയ്ക്ക് ഇടിയും വെട്ടും. അതും ഉറപ്പാണ്. അതുപോലെ ഇത്തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ശതമാനം കുറയും. ഇത് സാമാന്യബോധമുള്ള ഏത് കിഴങ്ങേശ്വരനും പറയാൻ പറ്റുന്ന കാര്യമാണ്. ഇത്തവണ കേരളത്തിൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റും നേടും. ഇടതിന് വോട്ട് നില കുറയും, എന്നാൽ BJP വോട്ട് നില മെച്ചപ്പെടുത്തും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും. ഇതല്ലേ എല്ലാവരും പലതരത്തിൽ പറയുന്നത്. CNBC-യോ ഇന്ത്യ ടുഡേയോ ഒന്നും വേണ്ട. ഇവിടെ അടിമാലിയിലെ 90 വയസ്സായ അന്നമ്മച്ചിയോട് ചോദിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി പ്രവചിക്കും ആരൊക്കെ ജയിക്കുമെന്ന്. എക്സിക്യൂട്ടന്മാരുടെ പ്രവചനം കേട്ട് സന്തോഷത്താൽ കുത്തിമറിയുന്നവരോടും പ്രഷർ കൂടി ടെൻഷൻ അടിച്ച് ചാകാൻ തുടങ്ങുന്നവരോടും പറയുവാനുള്ളത്, ഇതിനൊന്നും കാര്യമായ ഒരു പ്രാധാന്യവും കൊടുക്കരുത്. ഇതെല്ലാം മീഡിയകളുടെ ഉപജീവനത്തിനുള്ള ചില തട്ടുതരികട പരിപാടികൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഫ്ലോറിൽ വന്നു നിന്ന് ദിവസക്കൂലിക്ക് വന്നു നിന്ന് പറയുന്നവർക്ക് പോലും അറിയില്ല അവർ എന്നാ പുട്ടായി പറയുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് 4-ാം തീയതി വരെ മനസമാധാനത്തോടെ കാത്തിരിക്കുക. വേഗവോളം കാക്കാമെങ്കിൽ പിന്നെ 6 വോളം കാത്തുകൂടെ. ഇനി പച്ചയ്ക്ക് ചില കാര്യങ്ങൾ പറയാം. 4-ാം തീയതി ഏതെങ്കിലും ഒരു പന്നൻ ജയിക്കും. അവൻ ജയിച്ചാൽ അവനും അവൻ്റെ കുടുംബത്തിനും അവൻ്റെ പാർട്ടിക്കും കൊള്ളാം. ഏതപ്പൻ വന്നാലും നമുക്ക് കിടക്കപ്പുറതയില്ല എന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അണലി പോയി രാജവെമ്പാല വന്നു എന്ന് മാത്രം സമാധാനിക്കുക. പിന്നെ അവനവൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ നമുക്കും ജീവിച്ചു പോകാം. അതുകൊണ്ട് എക്സിറ്റ് പോൾ എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ നൽകിയ ഈ തലക്കെട്ട് മാത്രം ആലോചിക്കുക. അത്രയേ ഉള്ളൂ. ഇതൊക്കെ खत्म. बाय बाय, टाटा, गुड बाय, गया. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.